ഒളോപ്പാറയിലെ വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വ്യൂ പോയിന്റിൽ വിശാലമായ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഇരിപ്പിടങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട്. ആമ്പലുകൾ നിറഞ്ഞ ഒരു ജലാശയം കാണാം. മനോഹരമായ കണ്ടൽ തീരങ്ങൾ ഇതിൻ്റെ ഭാഗമായുണ്ട്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണിതെന്ന് പറയാം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത്, ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒളോപ്പാറയിലെ മനോഹരമായ സ്ഥലത്താണ്. ബോട്ടിലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വളരെ അടുത്ത് ചേളന്നൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട്, കോഴിക്കോട് നിന്ന് വളരെ അടുത്തായിട്ട്, ബാച്ചിൽ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒളോപ്പാറ. ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഒളോപ്പാറ. ആ ഒളോപ്പാറയിൽ ടൂറിസം പദ്ധതികളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ശൈശവ ദശയിലാണെന്ന് പറയാം. വളരെ നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഒളോപ്പാറ. ഒളോപ്പാറയിലെ പരിമിതമായ ബോട്ട് സൗകര്യങ്ങളെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നേരത്തെ ഇത്തരം സൗകര്യങ്ങൾ വരേണ്ട ഒരു സ്ഥലമാണ്. കാരണം വളരെ പ്രസിദ്ധമായ പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൽ കൂടുതൽ എടുത്തു പറയാൻ കഴിയുന്ന ഒരു വളരെ പ്രസിദ്ധമായ സിനിമയാണ് പഞ്ചാഗ്നി. നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സാറ് സംവിധാനം ചെയ്ത സിനിമ. ആ സിനിമ ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഉടമസ്ഥൻ, ആ വീട്ടുടമ നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ സുനിൽകുമാർ ഇടവത്തന. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴയിലൂടെ മനോഹരമായ ദൃശ്യഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കുടുംബസമേതം നടത്തുന്ന ഈ യാത്രയിൽ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കിടുകയാണ്. പഞ്ചാഗ്നി സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പഞ്ചാഗ്നി സിനിമ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഈ ഒരു പ്രദേശം അവർ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് സത്യത്തിൽ പഞ്ചാഗ്നി എന്ന ഒരു ബിഗ് ബജറ്റ് മൂവി ഇവിടെ എത്തിപ്പെട്ടത്? മോഹൻലാലിനെ പോലുള്ള, തിലകൻ സാറിനെ പോലുള്ള വലിയ നടന്മാരും മഹാനടന്മാരൊക്കെ അഭിനയിച്ച ആ പടം, MP സാറിനെ പോലുള്ള ഒരാൾ തിരക്കഥ എഴുതുന്ന ഒരു വലിയ മൂവി ഇവിടെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം സത്യം പറഞ്ഞാൽ പഞ്ചാഗ്നി സിനിമ എടുക്കാൻ വന്ന സ്ഥലം വേറെ. അതായത് നേരെ കാണുന്നത് ആ സ്ഥലമാണ് പഞ്ചാഗ്നി എടുക്കാൻ വന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇവർ ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഈ ഒരു ഏരിയ കാണുന്നത്. അങ്ങനെ ആ ഏരിയ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയുള്ള സമയമാണ്. ചെറിയ കട്ട് റോഡുകളും വലിയ വണ്ടിയൊന്നും വരാത്ത, ആ വീട്ടിലേക്ക് റോഡില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് അവിടെ എത്തിപ്പെടുന്നത്. പിന്നെ അന്ന് ജനറേറ്ററൊക്കെ ഒളോപ്പാറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എത്രയോ 100-500 മീറ്റർ വയർ വലിച്ചിട്ട് ഇവിടേക്ക് ലൈറ്റൊക്കെ ഇടുന്നത്. കാരണം ലൈറ്റൊന്നും ഇല്ലാത്തൊരു സമയം ഇവിടെ ഒളോപ്പാറ അത്രയും കുഗ്രാമമായി കിടക്കുന്ന ഒരു സ്ഥലം. ആ സമയത്താണ് ഇവരിവിടുന്ന് ബൈനോക്കുലറിൽ അവിടെ കാണുകയും അന്ന് RK നായർ തന്നെ ഒരു ലൊക്കേഷൻ മാനായിരുന്നു. അയാളെ ഇത് ഇവിടെ വന്ന് കണ്ട് ഞങ്ങളായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്ത് അങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് നിങ്ങളുടെ കുടുംബം അതിനോട് സഹകരിച്ചു. ഒരു വലിയൊരു കാര്യമാണ്. നാട്ടുകാരും മൊത്തം ഇളകി അവിടെ ഉണ്ടായിരുന്നൊരു മഹാസംഭവമായിരുന്നു. സത്യത്തിലൊരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വീട് ശരിക്കും
ശരിക്കും നമ്മള് വീട്ടുകാര് അന്യരായി പോകുന്ന ഒരവസ്ഥ വരും. കാരണം അത്രയ്ക്കും ആളുകൾക്ക് കല്യാണപ്പുര പോലും അല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളേറെ സഹിക്കേണ്ടി വരും. വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെ ചെറിയൊരു കാര്യമല്ല, വലിയ ത്യാഗം തന്നെയാണ് സത്യത്തില്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മൂവിയൊക്കെ ആകുമ്പോ അവരങ്ങ് കേറി. ഞങ്ങൾക്കൊന്നും അത് പരിചയമില്ലല്ലോ, അത് സിനിമ ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ട് തന്നെ പരിചയമില്ലാത്ത ഒരു സമയത്തായിരുന്നു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറെ പിന്നെ സീരിയലുകൾ, മധുമോഹന്റെ കുറെ സീരിയലുകൾ മധുമോഹൻ, പിന്നെ ടെലിവിഷനിലെ പ്രത്യേക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കനകാംബരങ്ങൾ നല്ലത്. അതിന് ശേഷമാണ് പിന്നെ പെരുമഴക്കാലം. പെരുമഴക്കാലം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട റസാഖ്, മറ്റേ നമ്മളെ കമൽ, കമലിന്റെ നല്ല ചിത്രമായി അത് നന്നായി അത് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് പാടിയില്ലേ, നോവിൻ പെരുമഴക്കാലം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ടൂറിസം വികസിക്കുന്നതില് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ശരിക്കും പറഞ്ഞാൽ വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് തിരിച്ചു കിട്ടാൻ വളരെ പെട്ടെന്നൊന്നും തിരിച്ച് കിട്ടാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് കണ്ടെത്തുക എന്നുള്ളതും അതിന് ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ കുറെ കാലം ഇതിന് ഇവിടെ ഒരു ടൂറിസം വന്നു മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ പല ആളുകളെയും സമീപിച്ചാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശശീന്ദ്രനുള്ള സമയത്ത് പെട്ട പിന്നെ അത് ഗതാഗത മന്ത്രിയാണ്. ആ സമയത്താണ് ഇവിടെ നമുക്ക് ഒരു കോടി പദ്ധതി വെക്കുന്നത് ഇവിടെ ആദ്യമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസ് വന്നപ്പോൾ രണ്ടാമത് ഒരു കോടി വെച്ചിട്ടുണ്ട്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യം, ഈ പ്രദേശത്ത് വന്ന് നിങ്ങളെ പരിചയപ്പെടുന്നു, പിന്നെ കസാറ്റ് പരിഷത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുമിച്ച് സുഹൃത്തുക്കളാവുന്നു. ഈ വീട് പരിചയപ്പെടുന്നു, ഈ വീട് നേരത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മനസ്സിലുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ രണ്ട് കുട്ടികളുടെ പഠനകാലത്ത് ഈ ഒളപ്പാറ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടേക്കുള്ള റോഡ് പറഞ്ഞാൽ വളരെ ശോചനീയമായി ഈ റോഡിലൂടെ ബസ് തന്നെ ആകെ ഒരു ബസ് സർവീസ്, ഒറ്റ ബസ്സിന്റെ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് നിങ്ങളുടെ കുട്ടികളൊക്കെ പഠിച്ച് വളരുന്ന കാലയളവിൽ കുട്ടികൾ സ്പോർട്സിൽ കണ്ടെത്തിയ മേഖല റോളർ സ്കേറ്റിംഗ് ആണ്. റോളർ സ്കേറ്റിങ്ങിന് യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ, അതും കയാക്കിങ്ങോ അങ്ങനെയുള്ള അല്ലെങ്കിൽ നീന്തലോ ഒക്കെ ആണെങ്കിൽ ഇവിടെ പശ്ചാത്തലം ഉണ്ടെന്ന് പറയാം. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ റോളർ സ്കേറ്റിങ്ങിൽ അവർ രണ്ടുപേരും സംസ്ഥാനമല്ല, ദേശീയമല്ല, ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നു വരുന്നതിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു എഫേർട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ നാട്ടിൽ നിന്ന് കുറെ കാലം വിട്ടു നിന്ന ആളാണ്, ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളാണ്. എങ്ങനെയാണ് മക്കൾ രണ്ടുപേരും, അവരെ ഒന്ന് പരിചയപ്പെടുത്തുക കൂടി വേണം. നമുക്ക് വീട്ടിൽ അവരെ പോയി കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും അതൊന്ന് അതിൻ്റെ ഒരു ചരിത്രം ചെറുതായിട്ടൊന്ന് പറയണം. കാരണം നിങ്ങളെ പലപ്പോഴും ഞാൻ പലരുടെ മുന്നിൽ ഉദാഹരിച്ചാണ്. അതിലെന്താണോ, ഒന്ന് ഞാനൊരു സ്പോർട്സ്മാൻ ആണ്, അതായത് റെസ്ലറായിരുന്നു. റെസ്ലിംഗ്, പിന്നെ കളരി, കുറച്ച് ബോക്സിങ്, കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ക്ലാസ് കൂടുതൽ ഞാൻ പിന്നെ റെസ്ലിംഗിലായിരുന്നു ചെയ്തിരുന്നത്. സംസ്ഥാന തലത്തിലൊക്കെ അംഗീകാരം കിട്ടിയ ആളാണ്. ആ ഒരു സ്പിരിറ്റിന്റെ കയ്യിലുണ്ട്. പക്ഷെ മക്കളെ എനിക്കത് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. മോള് 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അനിയെ സൗദിയിൽ നിന്നൊരു ചെറിയൊരു ഷൂ കൊണ്ട് കൊടുത്തിട്ടുണ്ട് സ്കേറ്റിങ്ങിന്. അപ്പം അത് കണ്ടപ്പോൾ നമുക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നമുക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്താണ്, അന്ന് പിന്നെ കോഴിക്കോട് പിന്നെ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ ഒരു ക്യാമ്പ് നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ക്യാമ്പ് കൊണ്ടു.
ആ ക്യാമ്പ് കൊണ്ടുപോയി അവിടുന്ന് പഠിച്ചു. പിന്നെ ഞങ്ങൾ കുറേശ്ശെ ഏതെങ്കിലുമൊക്കെ ക്യാമ്പ് കിട്ടുന്നു. ഇതുപോലത്തെ ഒരു 10 ദിവസത്തെ ക്യാമ്പേ കിട്ടുള്ളൂ. അത് കിട്ടുമ്പോൾ കൊണ്ടുപോകും, പഠിപ്പിക്കും. വന്നപ്പോൾ അത് പോരാ എന്ന് തോന്നി ഞങ്ങളെന്ത് ചെയ്താൽ ഞങ്ങളെ കൂടെയുള്ള കുറച്ചാളെ കൂട്ടി അങ്ങനെ ഞങ്ങൾ റോളർ സ്കേറ്റേഴ്സ് ക്ലബ് കാലിക്കറ്റ് എന്നൊരു ക്ലബ് ഉണ്ടാക്കി. ആ ക്ലബ് ഉണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും. അങ്ങനെ ആ ക്ലബിൽ പഠിച്ച കുട്ടികൾ ഇപ്പോൾ ദേശീയ തലത്തിലും പിന്നെ ഇന്ത്യക്ക് പുറത്തും. ഇപ്പോൾ ഒരു കുട്ടി നമ്മളെ ക്ലബ്ബ് പഠിച്ചൊരു കുട്ടിയാണ് ഇപ്പോൾ പിന്നെ അർജന്റീനയിൽ റോളർ സ്കേറ്റിങ്ങിന് പോകുന്നു. അതായത് ആ കുട്ടിക്ക് സെലക്ഷൻ കിട്ടി. നമ്മളെ കൂടെ പഠിച്ച കുട്ടിയാണ്. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നാഷണലൊക്കെ പോയിട്ടുണ്ട്. അതിന് മറ്റേ കോഴിക്കോട് അത് ആ കുട്ടിയൊക്കെ നമ്മൾ സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം, റോളർ സ്കേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ ക്ലാസ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പം നമുക്ക് അഭിമാനിക്കാനുള്ളത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒരു ക്ലബ്ബ് രൂപം കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ആ ഇതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവരെ ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. രണ്ടാളും നാഷണൽ പ്ലേയേഴ്സാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഹോക്കി ഇതിനൊരു കുറച്ച് സ്റ്റാമിന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോക്കി കൊണ്ടുചേർന്നത്. രണ്ടാളെ ഹോക്കി നടക്കാവ് സ്കൂളായിരുന്നു. നടക്കാവ് സ്കൂളിൽ മക്കളെ ചേർത്തി നടക്കാവ് സ്കൂളിൽ നല്ല ഡെവലപ്മെന്റ് ഹോക്കിയിൽ അവരെ പഠിപ്പിച്ച് നമുക്ക് ഹോക്കി നന്നായി കളിക്കാൻ പറ്റും. ഇപ്പോൾ ഹോക്കിയിൽ ദേശീയ തലത്തിൽ രണ്ടാളും കേരള ടീമിന് വേണ്ടി രണ്ടുപേരും, ഒരാൾ സബ് ജൂനിയറിലും മറ്റുള്ളിപ്പം സീനിയർ ടീമിൽ കളിച്ച് ഒരാൾ BPA LNCPയിലാണ്, മറ്റേ ആള് +1 നടക്കാവ്. മൂത്ത ആളെ പേര് കാവ്യശ്രീ, രണ്ടാമത്തെ ആളെ പേര് ഹൃദ്യ. ഹോക്കിയിലും റോളർ സ്കേറ്റിങ്ങിലും റോൾ ബോളിൽ നാഷണൽ കളിച്ചു. മൂത്തയാള് ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് പഠിച്ചു. ചെറിയ ആളാണ്. മൂത്തയാള് അവിടെയാണുള്ളത്. ഇപ്പോൾ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് കുമാറിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മകള് വിദ്യ, അതായത് നമ്മള് പരാമർശിച്ച വിദ്യ മോളുണ്ട്, അമ്മയുണ്ട്. അമ്മയും ഉണ്ട്. വിദ്യ നേരത്തെ പറഞ്ഞതുപോലെ റോളർ സ്കേറ്റിങ്ങിലും അതുപോലെ തന്നെ ഹോക്കിയിലുമൊക്കെ ദേശീയ തലത്തിൽ താരമാണ്. റോളർ സ്കേറ്റിങ്ങിന് സത്യത്തിൽ തീരെ സാധ്യതയില്ലാത്ത പ്രാക്ടീസിന് വേണ്ടി മാത്രം കുറേ ദൂരം സഞ്ചരിക്കണം. അത് അന്ന് വാഹന സൗകര്യം അക്കാലത്ത് ഞാൻ 2 വീലറിന് കൊണ്ടുപോയി ഇവരെയൊക്കെ. അതായത് അന്ന് ഇവിടുന്ന് പോകാൻ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഓടിയിട്ട് വേണം അവിടെ കൊണ്ടുപോകാൻ എത്തിക്കാൻ. പിന്നെ പരിശീലനം തീരുന്നവരെ വെയിറ്റ് ചെയ്യണം. പരിശീലനം തീരുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ മത്സരങ്ങൾക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം. കംപ്ലീറ്റ് സ്വന്തം ചെലവിലായി കൊണ്ടുപോകുന്നതൊക്കെ. അത് ഇടുക്കി, പത്തനംതിട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ട് സ്റ്റേറ്റ് മത്സരങ്ങളൊക്കെ നടക്കും. ഒക്കെ അവിടെ കൊണ്ടുവരും. മാത്രമല്ല ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടാണ്, അതിന്റെ ഇടയിലാണ് ഇതിനൊക്കെ എപ്പോഴും സ്ഥാപനത്തിലെ പല പ്രവർത്തനങ്ങളെ അത് തടസ്സപ്പെടുത്തുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, സമയമൊക്കെ നഷ്ടപ്പെടുന്നു. പക്ഷെ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുന്നുള്ള ഒരു ബോധ്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതിലപ്പുറം ഒരു നാടിന്റെ കായിക ഭൂപടത്തിന് ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ തനി നാട്ടിൻപുറത്തുനിന്ന് മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാണ് നാഷണൽ ലെവലിൽ ഒരാള്. ആ നിലയിൽ നാട്ടുകാരുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ മൊത്തം നമ്മുടെ സമൂഹം ആ രീതിയിൽ അടയാളപ്പെടുത്തി എന്നുള്ളത് എന്തെങ്കിലും തരത്തിൽ ഇവിടുന്നൊക്കെ നല്ല നല്ല അംഗീകാരങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും
അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതാണ്. അത് നമുക്കൊരു പ്രചോദനമാണ്. അത് പ്രചോദനമാണ്. കുട്ടികൾക്കും അതെ 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 അതെ, അതാണ് ശരിക്കും ഒരു പ്രചോദനം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അത് ചെയ്യണം. നാടിന്റെ ഒരു നാട്ടുകാരെ സപ്പോർട്ട് എപ്പോഴും വേണം, ഉണ്ടെങ്കിലും കുട്ടികൾ മുന്നോട്ട് പോകും. ആ ഓരോരോ പ്രചോദനം കിട്ടുന്ന നേരം കുട്ടിക്ക് തോന്നും ഇത് പോരാ, ഇതിൽ കൂടുതലുണ്ട്. ഇതിൽ ഞാൻ പരിചയപ്പെട്ട ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരാളാണ്. സ്വന്തം എനിക്ക് ഇങ്ങനെ കായിക ഇവിടത്തിലൊക്കെ അടയാളപ്പെടുന്നതോടൊപ്പം ഈ കലാരംഗത്തുള്ള ഈ സിനിമ പോലുള്ള വളരെ വ്യത്യസ്തമാണല്ലോ അതിനുള്ള പശ്ചാത്തലം. ഇപ്പോൾ അത് ടൂറിസം പദ്ധതിയുടെ ഭാഗം അങ്ങനെ വൈവിധ്യങ്ങൾ തേടി തേടി പോകുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. ഒന്നിലും മാസ്റ്ററൈസ് ചെയ്യാണ് ജീവിതത്തിൽ. തൊട്ട മേഖലയൊക്കെ പൊന്നാക്കിയിട്ട് അടുത്ത മേഖലയിൽ കൈവച്ച് അതിന് ഒരു ആളുകൾക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ ഇപ്പോൾ ടൂറിസം പദ്ധതിയുടെ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നുള്ളത് നിങ്ങൾ ഈ കൈവച്ച ഈ ഒരു പ്രവർത്തനത്തിന് അതിനുള്ള പിന്തുണ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും കിട്ടുന്നത് എങ്ങനെയാണ്? കാരണം ഇത് വലിയ മുതൽ മുടക്കുള്ള സംഗതിയാണല്ലോ, മറ്റതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്തു ടൂറിസം പദ്ധതി. അതായത് നമ്മളെ പാർട്ടി തലത്തിലും അതുപോലെ പഞ്ചായത്ത് ബ്ലോക്ക് എല്ലാ തലത്തിലും ഏറ്റെടുത്ത് കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം എല്ലാവരും കേരളം സർക്കാർ ഗവൺമെന്റ് ഉൾപ്പെടെ അതിനെ ഏറ്റെടുത്ത് അവർ നല്ല നിലയിലേക്ക് പോവുകയാണ്. ഇപ്പം 3 പഞ്ചായത്ത് കൂടിയിട്ടാണ് ഇതിനെ വികസിപ്പിക്കാൻ പോകുന്നത്. അതായത് ചേളന്നൂര്, തലക്കുളത്തൂര്, കപ്പൂര്, അത് 3 പഞ്ചായത്ത് കൂടി ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു പ്രോജക്റ്റായിട്ട് മാറും. അതായത് ടൂറിസം വകുപ്പിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, അത് കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്ത് ഒക്കെയാണ് കൂടുതൽ ഈ കായലോര ടൂറിസമൊക്കെ വളർന്ന് വികസിച്ചിട്ടുള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് അത് വളരെ പരിമിതമായ തോതിലാണ്, കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കോഴിക്കോടിന് ശരിക്കും എന്താണ് ഏറ്റവും അടുത്ത സ്ഥലം തന്നെ പറയാം. അതെ, ഏറ്റവും അടുത്ത ഇത്രയും മനോഹരമായ സ്ഥലം വേറെ കിട്ടാനില്ല കോഴിക്കോട്. വികസിപ്പിക്കേണ്ട സമയം 21 ചെയ്തു. അതത്രയും ചില നേരത്തെ കഴിയണ്ടായിരുന്നു. അതെ, ചാലിയാറിലൂടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം യാത്ര നടത്തി. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറെ കൂടി വൈവിധ്യം, പ്രത്യേകിച്ച് കണ്ടൽക്കാടുകളുടെ സാന്നിധ്യം കൂടുതലുള്ളത് ഇവിടെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ തീരത്തിന്റെ ഒരു എന്താ പറയുക, മറ്റതൊക്കെ 2 ഭാഗത്തും ഒരേ രീതിയിൽ നല്ല തീരമാണ് കാണാനുള്ളത്. നേരെ 2 ഭാഗത്തേക്ക് കാണാൻ കഴിയും. ഇവിടെ 360 ഡിഗ്രിയിലും നമുക്ക് സ്ഥലം കാണാന്നുള്ളതാണ്. അതായത് എല്ലാ ഭാഗത്തും വിശാലമാണ്. മാത്രമല്ല കൈവഴികൾ മാതിരി പല ഭാഗത്തേക്കും ഈ പുഴ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബോട്ട് എത്ര എണ്ണം കൂടിയാലും വലിയ പ്രശ്നം, സാധ്യതകൾ കൂടുതലാണ്. ഈ സ്ഥലത്തിന്റെ സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് മറ്റ് നമ്മുടെ ജില്ലത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും കാരണം അത്രയ്ക്ക് വിശാലാണ്, അത്രയ്ക്കും സാധ്യത. എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഇടപെടൽ വഴി ഇവിടെ ഇപ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ, ഈ വേലിയിറക്കം ഉണ്ടാവുന്ന സമയത്ത് അടി തട്ടുന്ന വലിയ ബോട്ടൊക്കെ വരികയാണെങ്കിൽ അതിനു കൂടി ഒരു സംവിധാനം ഭാവിയിൽ വേണ്ടി വരുന്നതാണ്. നല്ല നിലയിൽ വളർന്നു വരികയാണെങ്കിൽ അല്ലേ. ഇതിലിപ്പോ വലിയ ബോട്ട് എന്ന് പറഞ്ഞാലും ഏകദേശം 1.5 അടി താവുന്നാ പറയുന്നത്. അത്രയും താഴും. 1.5-2 അടി വരെ താകാൻ ചേർത്ത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ബോട്ടുകളാണ് ഇപ്പം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇവിടെ. അപ്പൊ ഇപ്പൊ തന്നെ സാധ്യത ഉണ്ട്, മറ്റ് പണച്ചെലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. നിലവിലുള്ള പശ്ചാത്തല സൗകര്യം തന്നെ കൊടുത്താൽ മതി. ഇത് തന്നെ അത് കുറച്ചുകൂടി ഒന്ന് ഒരുക്കി കൊടുത്താൽ വളരെ സാധ്യത. ഇവിടുത്തെ മത്സ്യം വളരെ കരിമീൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരും ആലപ്പുഴയാണ്. ആ സാധ്യത ഈ കോഴിക്കോട് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. മാത്രമല്ല ഇവിടെ വന്നാൽ കരിമീൻ രുചിക്കാൻ കഴിയുന്നത്. ഇന്നലെ ഞങ്ങൾ വന്നിട്ട് കരിമീൻ തിന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഇവിടുന്ന് പിടിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ ചിലരൊക്കെ അത്ഭുതത്തോട് കൂടി ചോദിച്ചിട്ടുണ്ട്, കോഴിക്കോട്ട് കരിമീൻ പിടിച്ച്
വിളമ്പി തരുന്ന സ്ഥലമുണ്ടോ? കരിമീൻ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള നല്ല കരിമീൻ ഇവിടെ കിട്ടുന്നത്. അതായത് ശുദ്ധജലം, നല്ല വലിയ അഴുക്കുകളൊന്നും ഇല്ലാത്തൊരു വെള്ളമാണ്. അത് നല്ല പിന്നെ ഉപ്പുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റുള്ള കരിമീൻ അവിടെ കിട്ടുന്നത്. ഇവിടെ തന്നെ വിളിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാതെ ആരെങ്കിലും അത് ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാണ്. ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ വാങ്ങി പോകുന്നൊരു സമുദായമായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഫിഷറീസിൻ്റെ സഹായത്തോടുകൂടി 5 സ്ത്രീകളാണ് അതിൻ്റെ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കരിമീനും കൊഞ്ചും ഞണ്ടും ഒക്കെ അതാത് സമയത്ത് നമുക്ക് ഉണ്ടാക്കി തരും. അത് വലിയൊരു ഇതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട്. 5 അംഗങ്ങൾ ചേർന്നിട്ട്. അതുപോലെ ഇപ്പം വേറെ സ്ഥാപനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഫിഷറീസിൻ്റെ സഹായത്തോടുകൂടി, ഹോട്ടലുകളൊക്കെ. ഒളോപ്പാറയിലെ മത്സ്യവിഭവങ്ങളുടെ രുചി അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഈ പ്രദേശത്തെ 5 വനിതകൾ ചേർന്ന് നടത്തുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. വിശേഷ ദിവസങ്ങളിൽ മറ്റും ആളുകൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ആഘോഷങ്ങൾ നടത്താവുന്നതാണ്. ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് ഈ ജലാശയത്തിലേക്ക് നീക്കിക്കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കരയിൽ നിന്ന് അല്പദൂരം നടപ്പാലം വഴി ബന്ധിപ്പിച്ച് ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകത വേറെ ധാരാളം കക്ക, എരുന്ത് എന്ന് പറയും, കറുത്ത്, അത് നല്ലോണം കക്ക വാരുന്ന ദൃശ്യമാണ് കാണുന്നത്. നമ്മള് നീല നിറത്തിലുള്ള ചെറിയ കൊച്ചു വെള്ളത്തില് ആളുകൾ കക്ക വാരിയിടുകയാണ്. കടിക്കുകയാണല്ലോ. കടിക്കല്ല, മറ്റേ സന്ദർശകർ എരുന്ത് വാരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിലിറങ്ങി മുട്ടറ്റം വെള്ളത്തിൽ നിന്നും എരുന്ത് പെറുക്കാൻ പറ്റിയ വേലിയിറക്ക സമയമാണിത്. ധാരാളം ആളുകൾ ഒരു രസത്തിന് എരുന്ത് വാരുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാം. ജലാശയത്തിന് ശരിക്കും പറഞ്ഞാൽ കനാലി കനാലായിട്ട് കണക്റ്റഡ് ആണ്. പഴയ കാലത്ത് ഇത് ചരപാതയായിട്ട് ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചതാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ തേങ്ങ ഇങ്ങനെ എരച്ചിട്ട് മറ്റേ ചകിരി തേങ്ങ ഇങ്ങനെ എരച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ നിങ്ങൾ പറഞ്ഞോണ്ട് ചകിരി കൊണ്ടുപോകുന്നു. പിന്നെ മുള ഇങ്ങനെ വെട്ടിയിട്ട് ഈറ്റ നീളത്തിൽ കെട്ടാക്കിയിട്ട് അതിന്റെ മേലെ നിന്നിട്ട് ഒരാള് കുത്തിത്തൊഴഞ്ഞിട്ട് പോകുന്നതൊക്കെ കാലത്ത് എരഞ്ഞിപ്പാലം ഭാഗത്തൂടെ കനാലിൽ കൂടെ പോകുന്നത് കണ്ടിട്ട് ഇത് എവിടുന്നാ വരുന്നതെന്നൊന്നും അത്ര സത്യത്തിൽ അറിയില്ലായിരുന്നു. എന്തായാലും ഇത് വളരെ വലിയ സാധ്യതകളാണ് ഇതൊക്കെ. ഇപ്പൊ സർക്കാർ ആ രംഗത്തേക്ക് ഞാനിവിടുന്ന് ചെറുപ്പത്തില് ഇവിടുന്ന് തോണി കൊക്കനെ പോകുന്നത് അച്ഛൻ്റെ കൂടെ അവിടെ പോയി ചേർക്കും. ചാലപ്പുറം കൊണ്ട് ചേർത്തിട്ട് അവിടുന്ന് പിന്നെ നേരെ ഈ കളവണ്ടി അതിൽ കയറ്റിയിട്ട് നമ്മളെ വലിയങ്ങാടി കൊണ്ടുപോയിട്ട് വലിയങ്ങാടി അവിടെ ചാലപ്പുറം വലിയങ്ങാടിയിലേക്ക് നേരെ അവിടെ അല്ലെങ്കിൽ റാളി അതിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകാൻ. ഇവിടെ ചൂടി ഇതൊക്കെ കൊക്കരയൊക്കെ എന്നിട്ട് അവിടുന്ന് സാധനം വാങ്ങി 1 മാസത്തേക്കുള്ള സാധനം എടുത്തിട്ട് അതേതായാലും രണ്ടാമത് പ്രാപ്തിയാകാനുള്ള പോവാണ് സർക്കാരിന്റെ ഇടപെടൽ അതിലുണ്ട്. നടക്കുന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ. അപ്പൊ ഇന്നിപ്പോ ഞങ്ങളെ ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി യാത്രയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഈ യാത്ര ഇത്രയും സമ്പന്നാക്കിയത് നമ്മുടെ ശ്രീ സുനിൽകുമാർ. അദ്ദേഹത്തെ ഞങ്ങൾ നാട്ടില് വന്ന സമയത്ത് ഞാൻ സുനിൽകുമാർ എന്ന് പറയുമ്പോൾ
നാട്ടുകാർക്കൊക്കെ സുനിയേട്ടനാണ്. ആ സുനിയേട്ടൻ ഇതൊക്കെ എത്തും. ഇന്നലെ ചോദിച്ചപ്പോഴും ആ സുനിയേട്ടൻ്റെ വീട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളാ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ സത്യത്തിൽ ഈ ടൂറിസം പദ്ധതിയിൽ വരെ നിങ്ങളൊരു കയ്യൊപ്പ്, അതുപോലെ നേരത്തെ തുടങ്ങിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നാട്ടുകാർക്കൊക്കെ സുനിയേട്ടനാണ്. സത്യത്തിൽ സുനിയേട്ടനാണെന്ന് നമ്മുടെ യാത്രയും ഇത്രയും രസകരാക്കി മാറ്റിയത്. അതിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച്